നമസ്കാരം സുഹൃത്തുക്കളെ. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ 200 കിലോയോളം വെള്ളിക്കട്ടികൾ കാണാനില്ല എന്ന വാർത്തയും അതിനോട് ചേർത്ത് അവിടുത്തെ കാണിക്ക വഞ്ചിയിലെ പണം നഷ്ടപ്പെട്ടു എന്ന വാർത്തയുമൊക്കെ നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ ഒരുപാട് പൊലിപ്പിച്ചാണ് നമ്മളിലേക്ക് വിളമ്പിത്തന്നത്. അതായത് 1000 കോടി 2000 കോടി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ ആകെ അത്ഭുതപ്പെട്ടും കേവലം 1-2 വർഷം കൊണ്ട് 2000 കോടി രൂപയുടെ കാണിക്ക പണം ഇവിടെ ഈ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ കിട്ടിയോ എന്നൊക്കെ അത്ഭുതപ്പെടും. അപ്പോൾ അതായത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് വെറുതെ അങ്ങനെ ആരോപണ വാർത്തയായിട്ടും കൊടുത്താൽ മതി. 1000-2000 കോടി എന്നൊക്കെ അങ്ങ് വെറുതെ അങ്ങ് തട്ടി വിട്ടാൽ മതി. അത് എത്ര സത്യമുണ്ട് എന്നാരും അന്വേഷിക്കാൻ പോകുന്നില്ല. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, വിശ്വാസികളുടെ അവരുടെ വികാരം വ്രണപ്പെടണം, അവർ ഇതിൽ ശരിക്കും ആശങ്കപ്പെടണം. പക്ഷേ എന്നിട്ടും ഈ മാപ്രകളും സൂഡാപ്പികളും കോൺഗ്രസ്സുകാരും ഒക്കെ പല രീതിയിൽ കത്തിക്കാൻ നോക്കിയിട്ടും ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷവും വിശ്വാസികൾക്കും ആ വാർത്തയിൽ വലിയ ആശങ്കയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് അവിടെ അന്വേഷിച്ച വിവിധ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞ കാര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന സ്വർണം വലിയ അളവിൽ കുറവ് വന്നു, കുറ്റക്കാരെയൊക്കെ പിടിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനൊരു വാർത്ത ഇവിടെ വന്നപ്പോൾ ഈ അയ്യപ്പ വിശ്വാസികൾക്ക് വലിയ വിഷമമുണ്ടായി. അതിൻ്റെ കാരണം ആ ക്ഷേത്രം എന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അവരുടെ ആളുകളുടെ കൈയില്ലാതെ അവിടെ ഈ കൊള്ള നടക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് വലിയ വിഷമമുണ്ടായത്. എന്നാൽ ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കഥ വേറെയാണ്. അവിടെ സർക്കാരുകൾക്കൊന്നും അതിൽ പങ്കാളിത്തമില്ല. അതൊരു ട്രസ്റ്റിൻ്റെയാണ്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയാണ് അതിൻ്റെ ശിലാന്യാസത്തിന് പോയത്. അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ ഒക്കെ പിന്തുണയും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഭരണസമിതി എന്നത് അതൊരു ട്രസ്റ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് ജനങ്ങൾക്കറിയാം, വിശ്വാസികൾക്കറിയാം. അതിനാൽ തന്നെ അവർ ആശങ്കപ്പെടില്ല. ഇനി അവർക്ക് കുറച്ചുകൂടെ വിശ്വാസം കൂടത്തേ ഉള്ളൂ. കാരണം ഏത് പൊന്നു മോനാണ് അത് ചെയ്തതെങ്കിലും അവൻ്റെ കാര്യം തീരുമാനമാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്താണ് യോഗി എന്ന ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി. യോഗി ആദിത്യനാഥ് അവിടുത്തെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതാണ്ട് 1000-ന് മുകളിൽ എൻകൗണ്ടറുകൾ നടത്തിയിട്ടുണ്ട്. അതായത് കൊടും കുറ്റവാളികൾക്കെതിരെയാണ് പോലീസ് ഈ എൻകൗണ്ടറുകൾ നടത്തിയത്. അതിലേതാണ്ട് 274 പേരെയോളം പടമാക്കിയിട്ടുണ്ട്, അതായത് തീർത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ തുടക്ക സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായിട്ട് കൊടുക്കുമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞു, വെടിവെച്ചു കൊന്നു, പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിച്ചു, വെടിവെച്ചു കൊന്നു. അങ്ങനെ പല രീതിയിലാണ് ആ വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യമൊക്കെ മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കരയുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം തപ്പിപ്പോകുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പോലീസ് ആദ്യം തന്നെ പടമാക്കിയത് വികാസ് ദുബെ എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയായിരുന്നു. ഒരു ഗുണ്ട സെറ്റപ്പിൻ്റെ ഒരു തലവനായിരുന്നു. ഏതാണ്ട് 6-7 പോലീസുകാരെ തന്നെ കൊന്ന കുറ്റവാളിയായിരുന്നു. അയാളാണെങ്കിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. ശ്രദ്ധിക്കണം, അയാൾ ഒരു ഹിന്ദു ആയിരുന്നു, ബ്രാഹ്മണനായിരുന്നു. അയാളെയാണ് യോഗിയുടെ പോലീസ് ആദ്യം കൊല്ലുന്നത്. തുടർന്ന് 274 പേരെയോളം കൊന്നു കഴിഞ്ഞതിൽ 200 പേരും ഹൈന്ദവരാണ്, ഹൈന്ദവ നാമധാരികളാണ്. അതിൽ ഈ പറയുന്ന കണക്ക് 70-72 പേര് മാത്രമേ ഉള്ളൂ മുസ്ലിം നാമധാരികളായിട്ടുള്ളവർ. പക്ഷേ അത്തരം വാർത്തയാണ് ഇവിടെ കൂടുതലും വരുന്നത്. എങ്കിൽ നമ്മൾ ഈ എൻകൗണ്ടറുകളെ പറ്റി ദേശീയ മാധ്യമങ്ങളുടെ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം 274-ന് മുകളിൽ അവിടെ എൻകൗണ്ടറുകൾ നടന്നിട്ട് ഈ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, പോലീസ് കൊന്നിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും 200-ഉം ഹൈന്ദവരായിട്ടുള്ളവരാണ്. അപ്പോൾ അതാണ് യോഗി ആദിത്യനാഥിൻ്റെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്. അതിൽ അദ്ദേഹം മതമോ ജാതിയോ ഒന്നും പരിഗണിക്കുന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ പോലീസ് ആദ്യം നടത്തിയ ആ കൊല സഹിതം നമുക്ക് തെളിവാണ്. വികാസ് ദുബെ എന്ന വ്യക്തിയാണ്, അയാൾ ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പദവി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരു രീതിയിലും വഴിവിട്ട യാതൊരു സഹായം ചെയ്തു കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു സന്യാസിയാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം പണം അടിച്ചു മാറ്റില്ല, അതിനനുവദിക്കത്തുമില്ല. അതാണ് ജനങ്ങൾക്ക് ആ മനുഷ്യനുള്ള വിശ്വാസം. അപ്പോഴും നിങ്ങൾക്കൊരു സംശയം ബാക്കിയാണ്, അവിടെ കളവ് നടന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. 200 കിലോയുടെ വെള്ളിക്കട്ടി കാണാതെ പോയി എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. അത് കാണാതെ പോയിട്ടില്ല, അത് സുരക്ഷിതമായിട്ടുണ്ട് എന്ന് SIT കണ്ടെത്തി കഴിഞ്ഞു. ആ വാർത്ത ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നോക്കിയാൽ ഇതാ ഞാൻ കാണിക്കുന്നത് ഒരു പ്രമുഖമായിട്ടുള്ള പത്രത്തിൽ വന്ന വാർത്തയാണ്. ആ വെള്ളിക്കട്ടികൾ രൂപം മാറ്റാനും മറ്റെന്തോ പണിക്കും വേണ്ടിയിട്ടൊക്കെ പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം രേഖകൾ ആ ക്ഷേത്രത്തിലുണ്ട്. അത് എവിടെയാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അത് കളഞ്ഞു പോയി അല്ലെങ്കിൽ അത് മോഷണം പോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരോപണം ആർക്കും ഉന്നയിക്കാം, അത് തെളിയിക്കണം. ഇപ്പോൾ ശബരിമലയിലെ സ്വർണം പോയി എന്ന് ആരോപിച്ചു, അത് സത്യമാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി, അത് അവിടെ തെളിയിക്കപ്പെട്ടു. ഇവിടെ അങ്ങനെയല്ല. 200 കിലോയുടെ വെള്ളി കട്ടികൾ
മോഷണം പോയി എന്ന് ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ SIT അന്വേഷിച്ചപ്പോൾ അതെങ്ങും പോയിട്ടില്ല. അത് ക്ഷേത്രത്തിലും മറ്റ് ഇത് രൂപം മാറ്റാനുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് അത് സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ട് എന്നവർ കണ്ടെത്തി. അപ്പോൾ ആ ഏറ്റവും വലിയ ആരോപണം കള്ളമാണ് എന്ന് തെളിഞ്ഞു. അടുത്തത് കാണിക്ക വഞ്ചിയിലെ മോഷണം. അതേതാണ്ട് ബഹുഭൂരിപക്ഷം ക്ഷേത്രത്തെ മാത്രമല്ല ഏത് മതസ്ഥൻ്റെ ആണെങ്കിലും ആരാധനാലയത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയാലും അതങ്ങനെ നടക്കുന്നതാണ്. CCTV വെച്ചാൽ പോലും ശബരിമലയിൽ 2000-ൻ്റെ നോട്ടുണ്ടായിരുന്ന സമയത്ത് ചുരുട്ടിയ ആസനത്തിൽ വെച്ച് അടിച്ചുകൊണ്ട് പോകുന്ന മുതലുകളുള്ള സ്ഥലമായിരുന്നു ശബരിമല പോലും. നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവുന്ന മറ്റൊരു ഉടായ്പ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വളരെ ചുരുക്കം മാത്രമേ എൻ്റെ കുടുംബവുമായിട്ട് ആരാധനാലയങ്ങൾ, അതായത് ഹിന്ദു ക്ഷേത്രമാണെങ്കിലും ശരി പള്ളിയാണെങ്കിലും ശരി, അത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതല്ല. ഗുരുവായൂരിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് വേണം അവിടെ ദർശനം നടത്താൻ. അവിടെ പോകുമ്പോൾ ആദ്യമായിട്ട് പെട്ടുപോകുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ക്യൂവിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുത്തൻ അവിടെ നിൽക്കുന്ന കാഴ്ചയിലേ നമുക്ക് തോന്നും അത് ക്ഷേത്രത്തിൻ്റെ ആളാണെന്ന് തോന്നും. അയാൾ കുറച്ച് പൂവും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുവരും. നമ്മുടെ വിചാരം എന്താണ്, ഇത് ഇവിടുത്തെ രീതിയാണ് എന്ന ധാരണയിൽ ഇതങ്ങ് വാങ്ങും. നമ്മൾ 2 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴാണ് ഇവൻ കൈനീട്ടി കാശ് ചോദിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പൈസയ്ക്ക് വേണ്ടി തരുന്നതാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 10ഓ 20ഓ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവൻ നമ്മളെ നാണം കെടുത്തുന്ന രീതിയിൽ ഒച്ചയ്ക്കായിരിക്കും, ഇതേ ഗുരുവായൂർ ക്ഷേത്രമാണ്, ഇവിടെ ഈ നക്കാപ്പിച്ച അല്ല തരേണ്ടത് എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു, ഇവൻ്റെ അപ്പനെ കാണാനാണ് നമ്മൾ അവിടെ ചെന്നതെന്ന്. നമ്മൾ മാനക്കേട് ഓർത്ത് കയ്യിലുള്ള 50ഓ 100ഓ എടുത്ത് കൊടുക്കും. അപ്പം 10,000-ങ്ങളാണ് ഇങ്ങനെ കയറിപ്പോകുന്നത് എന്ന് ഓർക്കണം. അവൻ്റെ നാക്കുകൊണ്ട് മാത്രം നേടുന്ന എത്ര 1000 രൂപ അല്ലെങ്കിൽ ലക്ഷം രൂപയാണ് ഒരു ദിവസം, അതൊരു കൊള്ള തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു രൂപം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അവിടെ ഈ പാൻറ്റും ചുരിദാറുമൊന്നും അവിടെ അകത്ത് കയറ്റില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള വിശ്വാസികളായിട്ടുള്ളവർ വരുമ്പോൾ ചുരിദാറൊക്കെ ആയിരിക്കും, ജീൻസൊക്കെ ആയിരിക്കും ഇടുന്നത്. അവരെന്ത് ചെയ്യും, ആ കടകളിൽ മുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. പൊടിഞ്ഞ വിലയ്ക്ക് ഈ വാടകയ്ക്ക് ഈ സാധനം വാങ്ങും. ഇത് കൊടുത്തുകൊണ്ട് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു തട്ടത്തിൽ കുറച്ച് പൂവും മറ്റുമൊക്കെ കാണും. ഒരുത്തൻ വന്നിട്ട് ഇങ്ങോട്ട് തരും. അപ്പം നമ്മളത് വാങ്ങും. ഈ വിശ്വാസി അത് വാങ്ങും. ഈ വിശ്വാസം അത് വാങ്ങിക്കൊണ്ട് കറങ്ങി അടുത്ത സ്ഥലത്തെത്തുമ്പോഴാണ് അതിന് അവൻ പൈസ ചോദിക്കുന്നത്. ഇവനത് ആദ്യമേ പറഞ്ഞുകൂടെ, ഇത് ഇത്ര രൂപയാവും എന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ചെയ്യില്ല. ഇപ്പുറത്ത് വരുമ്പോഴായിരിക്കും അവൻ്റെ വായി വരുന്ന തുകയാണ് അത് അവസാനം കൊടുക്കേണ്ടി വരും. പലരും പ്രതികരിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വന്നിരിക്കുന്നു ഗുരുവായൂർ പോലൊരു സ്ഥലം, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലൊരു സ്ഥലം. അതിനകത്ത് വന്നിട്ട് അയ്യോ ഇതൊരു പുണ്യസ്ഥലം, ഇവിടെ നമ്മൾ എതിർക്കേണ്ട, ഒച്ച വെക്കണ്ടല്ല, ആ മാനക്കേടൊക്കെ ഓർത്തിട്ടാണ് പലരും മിണ്ടാത്തത്. ഇത് ഒട്ടുമിക്ക പള്ളിയിലും പിന്നെ ഈ മുസ്ലിങ്ങളുടെ തന്നെ കാണിക്ക വഞ്ചി വെച്ചിരിക്കുന്ന സ്ഥലത്തുമൊക്കെ നടക്കുന്ന കാര്യമാണ്. തിരുവനന്തപുരത്ത് കടുവാപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി. അവിടെ റോഡിൽ 2-3 പേര് ഈ കാന്തം ഘടിപ്പിച്ച വടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്നൊന്നും പറഞ്ഞുകൂടെ, ശരിക്കും തെമ്മാടത്തിലാണ് കാണിക്കുന്നത്. ബസ്സിൽ ഇരുന്നു കൊണ്ടാണ് ഈ ചില്ലറ പൈസകൾ എറിഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഈ മുന്നിലോട്ടാണ് എറിയുന്നത്, പലതും റോഡിലാണ് വീഴുന്നത്. അപ്പോൾ റോഡിൽ വീഴുന്നത് ഇങ്ങനെ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കമ്പുമായിട്ട് നിൽക്കുന്നത്. പലർക്കും അപകടവും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും യാതൊരു കണക്കുമില്ല. ആലോചിച്ച് നോക്കുക, അവർ കൊടുക്കുന്നത് തന്നെയാണ് കണക്ക്. അപ്പോൾ ആരാധനാലയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മിക്കയിടങ്ങളിലും ഇത്തരം അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. കയ്യോടെ പിടിക്കുമ്പോൾ, തെളിവോടെ പിടിക്കുമ്പോൾ പിടിച്ച് പുറത്താക്കാം അല്ലെങ്കിൽ ശിക്ഷിക്കാം എന്നതിനപ്പുറം ഇതൊന്നും പൂർണ്ണമായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരു വ്യക്തിക്കും പറ്റില്ല. അത് മറ്റൊരു വ്യത്യാസമുള്ളത്, ഈ ഹിന്ദുക്കളുടെ ഇതുപോലുള്ള ആരാധനാലയം ആണെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും അത് പുറത്ത് വാർത്തയാവാനും ഒക്കെ കാരണമാവും. എന്നാൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ കാര്യമോ ഈ പറയുന്ന പോലെ മുസ്ലിങ്ങളുടെ കാര്യമോ ഒന്നും പുറത്തറിയത്തില്ല. പുറത്തറിഞ്ഞാൽ അത് സഭയ്ക്ക് നാണക്കേടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ജമാഅത്തിന് നാണക്കേടാണ് എന്ന രീതിയിൽ അകത്ത് തന്നെ പറഞ്ഞ് ഒതുക്കാറാണ് ഉള്ളത്. ഇല്ല എന്ന് ഒരു പൊന്നുമോനും പറയണ്ട, ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ദൂരെ നിന്ന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് വിശ്വാസത്തോടെ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ നമുക്കുള്ള വിശ്വാസത്തിൻ്റെ 1000-1 പോലും ഇല്ലാത്തവനായിരിക്കും ആ ക്ഷേത്രത്തിനകത്ത് പെരുമാറുന്നവൻ, അല്ലെങ്കിൽ പള്ളിക്കകത്ത് പെരുമാറുന്നവൻ, മോസ്കിനകത്ത് പെരുമാറുന്നവൻ. അവരിതിന് യാതൊരു വിലയും കൊടുക്കാത്ത ആളുകളായിരിക്കും, പണം മാത്രം നോക്കുന്നവരായിരിക്കും നല്ലൊരു ശതമാനം ആളുകളും. അതിനാൽ രാമക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കാണിക്ക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വാർത്തയുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. രാമക്ഷേത്രത്തിൽ മാത്രമല്ല, ഇവനെയൊക്കെ എവിടെ കൊണ്ട് ഇങ്ങനെ ഇട്ടാലും ആ അടിച്ചു മാറ്റേണ്ടവൻ അടിച്ചു മാറ്റുക തന്നെ ചെയ്യും. പിടിക്കുക, നാണം കെടുത്തുക എന്നതിനപ്പുറം ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അതിനാൽ അതവിടെ നടന്നതായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. മറ്റത് വെള്ളിക്കട്ടിയുടെ കേസിൽ അത് വെള്ളിക്കട്ടി അവിടെ സുരക്ഷിതമായിട്ടുണ്ട് എന്ന് ഇപ്പോൾ SIT തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. രാമക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഹൈന്ദവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാം അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാം എന്ന് വിചാരിച്ചവർ ഇച്ചീച്ചി മുള്ളിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതൊരു ആരാധനാലയത്തെയും ചുറ്റിപ്പറ്റി നടക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അവിടെ വരുന്ന ഈ കാണിക്കയുടെ തോത് വലുതായതിനാൽ അവിടെ നടന്നിട്ടുണ്ട്, ഉണ്ടായിരിക്കാം.
അവന്മാരെ 8 എണ്ണത്തിനോളം ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അത് കാണിക്ക എണ്ണുന്ന ആളുകളാണ്. അവരത് ചെയ്തില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. കാര്യം ശബരിമലയിലും ഇതിൻ്റെ അപ്പുറം നടന്നിട്ടുള്ളതാണ്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നടന്നിട്ടുള്ളതാണ്. ചിലരൊക്കെ ക്ഷേത്രത്തിന് ഒരു കച്ചവട സ്ഥാപനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ചില കുടുംബക്ഷേത്രം പോലുള്ള സെറ്റപ്പൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. എല്ലാമൊന്നും ഞാനിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. നിങ്ങളും എന്നെപ്പോലെ തന്നെ സാമൂഹ്യ ജീവിയാണ്, നിങ്ങൾക്കറിയാൻ പറ്റും. അതിനപ്പുറം ഇതിന് രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാം എന്ന രീതിയിൽ വാർത്ത പടച്ചുവിടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് യോഗി ആദിത്യനാഥിന് വിശ്വാസമാണ്, നരേന്ദ്രമോദിനെ വിശ്വാസമാണ്. അവരൊന്നും ഈ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ 5 പൈസ അടിച്ചു മാറ്റില്ല. ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചാൽ തക്കതായിട്ടുള്ള ശിക്ഷ അവന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ മോപ്പിക്കാൻ നോക്കിയിട്ടും ഈ വാർത്തയൊന്നും അവരെ ബാധിക്കാത്തത്.